പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. മധുരമണി നാദങ്ങളുടെ മായിക സംഗീത സന്ധ്യയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അനുഗ്രഹ സ്വരസന്ധിയിൽ അംഗം കുറിക്കാൻ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എത്തുന്നു. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. കുറച്ച് നാളുകളായല്ലോ, എവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ. എല്ലാം മാറി ഓക്കെ ആയില്ലേ? നമ്മള് മിസ് ചെയ്തോ? മിസ് ചെയ്തു, നന്നായിട്ട് എല്ലാരെയും മിസ് ചെയ്തു. ഞങ്ങളെല്ലാരും ബെവനെ മിസ് ചെയ്തില്ലേ? അതെ, എസ്പെഷ്യലി ബെവന്റെ സാറേ. ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ ആർക്കാന്നറിയോ? നമ്മുടെ പബ്ലിക്കിന്, നമ്മുടെ മ്യൂസിക് ലവേഴ്സ്, നിങ്ങൾക്ക്, ഞങ്ങൾക്കും. പിന്നെ മീനൂട്ടി കൂടെ ചോദിക്കുന്നു സ്നേഹം കൊണ്ട്. അപ്പൊ ഞാൻ മീനൂട്ടി അടുത്ത് ചോദിക്കും, ലക്ഷ്മിയെ കാണാറില്ലേ? അപ്പൊ മീനൂട്ടി പറയും, ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ സംസാരിച്ചായിരുന്നു ലക്ഷ്മിയോട്. അവന്റെ ചിരി നോക്ക്. അവന് ആ പാട്ട്, എനിക്ക് ഏത് പാട്ടാണ് വിശ്വം കണ്ടോ? അതെ, അതാണ് ഈ വൈറ്റ് ആൻഡ് വൈറ്റിന്റെ രഹസ്യം. അതാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കലക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എന്റെ കണ്ണുനീരന്യനാണെങ്കിലും എന്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ, നീ
വാസ് വെരി ഗുഡ്. Thank you, കാരണം ഒരു എന്താ പറയുക, ഒരു ഡിവോഷണൽ ടച്ച് അല്ലെങ്കിൽ ഡിവോഷണൽ ഫീല്, ഒരു അന്തരീക്ഷം എല്ലാ വീടുകളിലും. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കാണുന്നവരുടെ എല്ലാവരുടെ വീട്ടിലും ഒരു എന്താണ്, ഒരു കൃപ വന്ന ഒരു ലക്ഷണം എനിക്ക് തോന്നി. നന്നായിട്ട് പാടി, Thank നല്ല you, sir. ഫീലുണ്ടായിരുന്നു. അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ഫസ്റ്റ് ലൈന് ഈ എന്തോ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നി. അതൊന്ന് പാടാമോ? ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ അത് ആ ഷിഫ്റ്റ്, ആ പഞ്ചമം ചേരണം. കുഞ്ഞാടുകൾ കറക്റ്റ്. അതന്നെ അതന്നെ. ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ തിരയുമ്പോൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ അവിടെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കിയാൽ മതി. ഇതുപോലെ തന്നെ ചരണത്തിലും വന്നായിരുന്നു ഈ ഒരു സ്ഥലത്ത്. ആ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മോനൊന്ന് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ചെറിയ വിഷമം പോലെ ആ പഞ്ചമത്തെ ടച്ച് ചെയ്യും. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. അത്രത്തോളം നന്നായതുകൊണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അത്ര ഫീലിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മുഖത്തൊരു ഇത് വരും. ഇതാരാ സെലക്ട് ചെയ്തേ? സെലക്ട് ചെയ്തത് എൻ്റെ ചാച്ചൻ്റെ കൂട്ടുകാരൻ രമേശ് സാറ്. നല്ല സെലക്ഷൻ. ഞാൻ ഒന്നും ചോദിച്ചില്ല. നമ്മൾ വന്നിട്ട് പടത്തിന്റെ പേരോ എല്ലാം ചോദിച്ചോ? ഇല്ല. ഇല്ല, പെട്ടെന്ന് അങ്ങ് തുടങ്ങി അല്ലേ? ആരൊക്കെയാണ് പറയൂ? മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ആ ലിറിക്സ് സത്യനന്ദിക്കാട് സാറ്, ആ അത് ഓക്കെ. ആ പിന്നെ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പാടിയിരിക്കുന്ന ദാസാർ. അപ്പം വീണ്ടും സത്യൻ ചേട്ടൻ്റെ ഒരു പാട്ട് ഇവിടെ പാടി. അത് ഡിഫറെൻറ്റ് ജോണറിലുള്ള റൈറ്റിംഗ് ആണ്, ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ. അപ്പം സത്യേട്ടനൊരു വലിയ ഹായ്, മോനൊരു വലിയ ഹായ്. മീനോട്ടിക്ക് വേണോ? വേണം. ഒരു ഹായ്. ബെവൻ, സാർ, ഞാൻ ആക്ച്വലി ബെവൻ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാതെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ബെവൻ്റെ പാട്ടിന് എന്തെങ്കിലും വിധത്തിൽ ഒരു വീഴ്ച വല്ലതും ഉണ്ടാവുമോ, ഇനി പിക്കപ്പ് ആവാൻ സമയം പിടിക്കുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ മോനൊന്ന് പാടിക്കഴിഞ്ഞപ്പം ഏത് ഫോമിലാണ് പോയ അവിടെ തന്നെ സെയിം ഫോമിൽ മാച്ച് ചെയ്താണ് കയറിയിരിക്കുന്നത്. അതിന് വലിയൊരു കയ്യടി. താങ്ക് യു സാർ. ഇപ്പോൾ എനിക്ക് തോന്നിയത് മോൻ ഈ പാട്ട് പാടിയപ്പം ഞാൻ ആക്ച്വലി ഈ പാട്ടിൻ്റെ സമയത്ത് കൂടുതൽ ശ്രദ്ധ വെച്ചത് ലിറിക്സും നെഞ്ചി തട്ടുന്ന രീതിയിലുള്ള വേർഡ്സും അതിൽ സ്പിരിച്വലായിട്ട് അറിയാതെ കണക്റ്റഡായി ഈ പാട്ടും. അപ്പോൾ നമ്മൾ അതേപോലത്തെ ഒരു ആംബിയൻസും ഈ 12K വിസ്താരയിൽ ശരിക്കും പള്ളിയിൽ നിൽക്കുന്ന ഒരു ഫീലും, പിന്നെ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഞാനിപ്പം മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സത്യനന്ദിക്കാട് സാറാണ് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാസ്റ്റർ. അപ്പോൾ ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ നമ്മൾ പോലും അറിയാതെ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ കാരണം എന്തുകൊണ്ടാണ് ഈ ട്യൂണും ഈ ലിറിക്സിലും ഒക്കെ മോൻ പാടുന്ന സമയത്ത് കാര്യമായിട്ട് പാട്ടിൽ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ളൊരു തെറ്റുകളൊന്നും തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പാട്ടിൻ്റെ ഉദ്ദേശം എന്താണ്, ഉണ്ടാക്കിയവരുടെ സ്പിരിച്വലി കണക്ട് ചെയ്യുക. ഡിവോഷണൽ സോങ് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ടായി. സൂപ്പർ. താങ്ക് യു സാർ. അപ്പം ഇത്രയും അത് ഈ ജോണർ ഇട്ടത് തന്നെ എന്തിനാന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് കാറ്റഗറീസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് ആണ്, ടെസ്റ്റാണ്. അപ്പം മോനെ സംബന്ധിച്ച് ഈ ജോണർ എന്താണ് ഇതുകൊണ്ട് ആവശ്യപ്പെടുന്നത് അത് മോൻ സാധിച്ചു. ദാറ്റ്സ് ഇറ്റ്. യു ആർ അമേസിംഗ്. താങ്ക് യു സാർ. ബെവൻ വെൽക്കം ബാക്ക്. താങ്ക് യു മാം. തിരിച്ചു വരവിൽ പാടുന്ന ഫസ്റ്റ് സോങ് ഒരു ഡിവോഷണൽ സോങ് അല്ലേ? അത് തന്നെ ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് ആണ് അല്ലേ? അതെ, ഭഗവാനിന്റെ ഗ്രേസ് അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടോപ്പ് സിംഗർ ഷോയിൽ തീർച്ചയായിട്ടും ടോപ്പിൽ എത്താനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. താങ്ക് യു മാം. അപ്പോൾ ഭാവഗായകൻ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് യുവർ സിംഗിങ് അതൊരു ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെ അത്രയും ഒരു ഗ്രേസ് ഉള്ള കുട്ടിയാണ്. എനിക്കും കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് അല്ലേ, അപ്പോൾ തിരിച്ചു വരുമ്പം ഒരു കോൺഫിഡൻസിൻ്റെ പോരായ്മ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ഒരു നെർവസ്നെസ്. പക്ഷേ ഗോഡിൻ്റെ ഗ്രേസ് അത്രയ്ക്കുമുണ്ട് മോൻക്ക്. അപ്പോൾ ഇത് അസലായിട്ട് പാടി. താങ്ക് യു മാം. ദീപക് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ മീനിങ് ഉൾക്കൊണ്ട് ആ പാട്ട് എന്താണ് കൺവേ ചെയ്യാൻ പോകുന്നതെന്ന് അത് മനസ്സിലാക്കി അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തു. പക്ഷെ മുകളിൽ ആ ഒരു ശ്രുതിൻ്റെ ടെസ്റ്റ് എല്ലാം ഇത്ര ഭംഗിയായിട്ട് വരുമ്പോൾ അപ്പോൾ ഇത്തിരി നമുക്ക് കുറച്ചൊന്ന് നോട്ട് അങ്ങനെ പെർഫെക്റ്റ് ആയി കിട്ടില്ലെങ്കിലും ഈ ഡിവോഷണൽ സോങ്ങിൽ ആ ഉള്ള ഒരു സ്പേസ് തന്നെ ഒരു പീസ് അല്ലേ, അപ്പോൾ അത് കുറച്ചുകൂടി അങ്ങനെ ബ്ലാരിങ് ആയിട്ട് കാണുന്നു. അത് വലിയ തെറ്റല്ല, വളരെ ബ്യൂട്ടിഫുള്ളായി ഇമ്പാക്ട് ചെയ്തു ഈ സോങ്. താങ്ക് യു. ബട്ട് ഇത് തുടക്കം തന്നെയാണല്ലേ, ഇപ്പൊ തിരിച്ചു വരവ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി അടിച്ചു പൊളിക്കും ബെവൻ. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ബെവൻ കുട്ടാ, സാർ. ഭക്തി ഉണ്ടോ ബെവന്? പ്രാർത്ഥിക്കാറുണ്ടോ ആ. ഡെയിലി? ആ. എത്ര നേരം? ഡെയിലി ഒരു അരമണിക്കൂർ.
രാവിലെയും വൈകിട്ടും? വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന അരമണിക്കൂർ, ആ പിന്നെ കുർബാന കൂടും. ആണോ? ആ എങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി, അത് ഭക്തി ഈ പാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു മോൻ പാടിയപ്പോൾ, അല്ലേ? ഇത് ഡിവോഷണൽ റൗണ്ട് അല്ലേ? ആ അതിന് വേണ്ടി ഏറ്റവും വേണ്ടത് ഭക്തിയാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഭക്തി അല്ലാതെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഭക്തി മോൻ്റെ പാട്ടിൽ ഞാൻ കണ്ടു. താങ്ക് യു സർ. കാരണം ചില വരികൾ പാടിയപ്പോൾ എന്നൊമ്പരം നീ അകലുന്ന സ്നേഹാംബരം, അവിടെ ഇത്തിരി ശ്രുതി പോയിരുന്നെങ്കിലും അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ എന്നൊക്കെ പറഞ്ഞില്ലേ? ഫസ്റ്റ് അനുബലിയുടെയും ചരണത്തിൻ്റെയും ഫസ്റ്റ് ലൈനിൽ കുറച്ച് ശ്രുതി പ്രശ്നം, അത് ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചില അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു മനസ്സിൽ ഒരു വിങ്ങൽ പോലെ മോൻ അത് കറക്റ്റായിട്ട് ആ എക്സ്പ്രഷൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. പല ഭാഗങ്ങളും മോൻ അതുപോലെ നന്നായിട്ട് പാടി. ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ ആ ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ തുരുമ്പ് വരില്ലേ? അപ്പോൾ ബെവൻ കുറച്ച് നാൾ പാടാണ്ടിരുന്നപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് അതിൽ തുരുമ്പ് വന്നിട്ടുണ്ടാവുന്നു. പക്ഷെ അത് നന്നായിട്ട് തേച്ച് മിനുക്കി നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പാടി. താങ്ക് യു സർ. വോയിസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബെവൻ കുട്ട, സർ ബെവൻ കുട്ടൻ ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 9.5 out of 10. താങ്ക് യു സർ. ബെവൻ സർ 10 out of 10. താങ്ക് യു സർ. ബെവൻ കുട്ട, സർ ഞാനും അനുമാമും ചേർന്ന് മോനെ തരുന്നു 9.5. താങ്ക് യു സർ. So, Bevan got 29 out of 30. താങ്ക് യു സർ. Very good, very good. ജഡ്ജസ് പാനൽ ബെവന് തരുന്നു A extreme. താങ്ക് യു സർ. Awesome, Bevan. Keep it up. ആദ്യ ഒരു comeback പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ബെവൻ കുട്ട, ഓൾ ദി ബെസ്റ്റ്. Thank you. Take care, Bevan. ആ താങ്ക് യു. ആലാപന മധുര സന്ധ്യയിലേക്ക് പാട്ടിന്റെ മധുരം പകരാൻ നമ്മുടെ ആൻകുട്ടി എത്തുന്നു. വെൽക്കം ആൻ ബെൻസൺ. ഹലോ. നല്ല ഡ്രസ് അല്ലേ? അതെ, എന്റെ പപ്പ സെലക്ട് ചെയ്ത് തന്നതാ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ഇന്ന് വിദ്യാസാഗർ സറൗണ്ടില് ഓതിൽ രൂപ. അടിപൊളി പാട്ടല്ലേ? ഓതിൽ രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിഥിന്റെ ഓർമ്മയാണ് കൂടുതൽ വരുന്നത്, അല്ലേ? അതെ, അല്ല season ശ്രീയേട്ടാ, one ല് സീസൺ 1 അതിഥി പാടിയ പാട്ടാണ്. എന്നാലും ആൻ തീർച്ചയായിട്ടും ഇത് ഒരു 100% ഡെലിവർ ചെയ്യാൻ ശ്രമിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. സിംഗ് വെൽ.
വളരെ 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 മനോഹരമായിട്ട് പാടി. താങ്ക് യു അങ്കിൾ. ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇപ്പോൾ എടുത്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വിദ്യാസാഗർ സാർ റൗണ്ടിന് അയച്ചതാണ്. ആ. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി. ഇതൊക്കെ സാധാരണ ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പാട്ടൊക്കെ പാടുക. ക്വാർട്ടർ ഫൈനലിനോ സെമി ഫൈനലിനോ വേണമെങ്കിൽ ഫൈനലിലും പാടാവുന്നതാണ്. പക്ഷേ ഇത് ഇപ്പോഴേ എടുത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം വളരെ വളരെ മനോഹരമായിട്ട് പാടി. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളൂ. അതായത് അനുപല്ലവി കഴിഞ്ഞിട്ട് നിർത്തുന്ന ഇത് സ്വർഗസംഗമം, അത് മോൾക്ക് തന്നെ മനസ്സിലായി. മോളുടെ മുഖത്തൊരു പമ്മലുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എടുക്കുമ്പോൾ ആയിരങ്ങൾ തൊടുക്കുമ്പോൾ ആയിരങ്ങൾ, അത് കുറച്ച് ശ്രുതി ഔട്ടായിപ്പോയി. വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും നോട്ട് ചെയ്തില്ല. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പാട്ട് ഇവിടെ വന്ന് പാടിയതിനും അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിച്ചതിനും വലിയൊരു കയ്യടി. ആൻകുട്ടി, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. നല്ല പാട്ട്, നല്ല സെലക്ഷൻ, അസലായിട്ട് പാടി. പക്ഷേ എനിക്ക് ഒരു അതിശയം, സ്വിഷ് എന്ന് പറഞ്ഞൊരു കീബോർഡ് വായിക്കുന്നതാണല്ലോ. മീനൂട്ടി കേട്ടിട്ടുണ്ടോ? കോഴിക്കോടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. പുള്ളി അവിടെ ഇരുന്നുണ്ട് ഒരു പാട്ട് പാടി. അത് ഇവിടെ കേട്ടു. ഉഗ്രനായിരുന്നു സുശാന്ത്. വേറെ സൗണ്ടിങ് ഡിഫറെന്റ്. പക്ഷെ അറബി വേർഡ് എന്തോന്ന് അറിയില്ല. എഫക്റ്റ് വരുത്തിയല്ലോ. അതെന്തായാലും ഇനി ഒരു 2 മാസത്തേക്ക് ദുബായി പോയിരുന്നാ മതി. ബാക്കി കാര്യം താങ്ക് യു സർ, താങ്ക് യു. മൊത്തത്തിൽ ഓർക്കസ്ട്ര സൂപ്പർ കേട്ടോ. കാരണം നിങ്ങളുടെ എസ്പെഷ്യലി വിദ്യാസാഗറിന്റെ പാട്ട് വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലും ഡിഫറൻസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈസിയാണ് വായിക്കാൻ, പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടെ ഫ്ലറിഷ് ചെയ്യാനും പറ്റും. അപ്പം അതും ഒരു ഗംഭീരമായിരുന്നു. വേറൊന്നുമില്ല. ഇത് മധു പറഞ്ഞ പോലെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ പാട്ടുകളുണ്ട്. എന്തായാലും യു ആർ ഓൺ ദ ലിസ്റ്റ്. അത് നമുക്ക് അതിനുവേണ്ടി ഇത് പാട്ട് എങ്ങോട്ട് എടുക്കണം എന്നുള്ളത് ലാസ്റ്റിൽ നോക്ക്. ഇല്ലെങ്കിൽ ലാസ്റ്റിൽ എന്ത് പാടും? എനിഹൗ നന്നായിട്ട് പാടി. എക്സെപ്റ്റ് ദിസ് പ്ലേസസ്. ഓൾ ദി ബെസ്റ്റ്. ആൻകുട്ടി എന്ന പെൺകുട്ടിയുടെ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ എൻ്റെ സൈഡിൽ നിന്ന് ടോപ്പ് ബാൻഡിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വലിയ കൈയടി. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഞാൻ എത്രയോ ഷോസിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. 2006 തൊട്ടിട്ട് ഇരിക്കുന്നു. ഈ പാട്ട് പല കുട്ടികൾ പാടിയിട്ട് പല ബാക്കിങ് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു ഓർക്കസ്ട്ര വായിച്ചു കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കീബോർഡ് പ്ലേയേഴ്സ് ട്രാക്ക് ഇട്ടിട്ടാണ് ഈ പാട്ട് കേട്ടിട്ടുള്ളത്. സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വന്ന ട്രാക്ക് കേട്ടിട്ടിരിക്കുന്ന ഞാൻ ലൈവായിട്ടൊരു ബാൻഡ് വായിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ പാട്ടിൻ്റെ ലൈവ് വേർഷൻ കേട്ടു. അത്രയും മനോഹരമായിട്ടാണ് അത്. ശരിക്കും ഒരു ഇത്രയും പേര് മാത്രം ഇരുന്നിട്ടാണ് ഇത്തരം ഒരു സൗണ്ട് വരുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സുശാന്ത് പാടിയപ്പം എൻ്റെ അടുത്ത് നിന്ന് അറിയാതെ ചിരിച്ചുപോയി. ചിരിച്ചത് ഞാൻ കളിയാക്കി ചിരിച്ചതല്ല, സുശാന്ത് അറബി ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൂലിക്ക് എടുക്കുകയാണെല്ലാം. അപ്പൊ അത് വരുന്ന സമയത്ത് പക്ഷെ ഭയങ്കര ഒത്തന്റിക് ആയിരുന്നു കേൾക്കുമ്പോൾ. പാടിയത് എന്താണെന്ന് സുശാന്തിന് പോലും അറിയില്ല എന്ന് സുശാന്ത് ഇപ്പൊ പറഞ്ഞു. പക്ഷെ നമുക്കത് കിട്ടി. ആ സംഭവം ഉഗ്രനായിരുന്നു. അതായത് എഫക്റ്റ് കിട്ടിയല്ലോ. ആ എഫക്റ്റ് വന്നപ്പോ നമ്മളെല്ലാം ശരിക്കും സുശാന്തിന്റെ അകത്ത് ഇനി എന്താണ് ബാക്കിയുള്ളത്? ടോപ്പ് ബാൻഡിന്റെ ഒരു വലിയൊരു അസറ്റാണ് സുശാന്തിനെ പോലത്തെ ഒരു പ്ലെയർ. താങ്ക് യു സോ മച്ച്. പിന്നെ ആൻകുട്ടി, ഞാന് ശരിക്കും പറഞ്ഞ വെടികൊണ്ട് ഉള്ളൊരു ഇരിപ്പില്ലേ, ഇങ്ങനെ ഇരിക്കില്ലേ, ഈ ഇരിപ്പിലായിരുന്നു ഞാനിത് കണ്ടത്. സ്ലിപ്സ് ഉണ്ടായിരുന്നു മോളും, ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ആ സ്ലിപ്സ് കൂടുതൽ എടുത്ത് ഇത് ശരിയായില്ലല്ലോ, എന്നാലും ഇത് ശരിയായില്ലല്ലോ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം മോളുടെ പ്രായവും ഈ പാട്ടിൻ്റെ കോംപ്ലിക്കേഷനും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഒരിക്കലും എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് അല്ല. നമുക്ക് ആർക്കും ഒരു ഡൗട്ടില്ല മോളുടെ ടാലന്റിനെ കുറിച്ച്. ഈ ഷോയിലുള്ള എത്രയോ കുട്ടികൾ വളരെ നന്നായിട്ട് പാടുന്ന കൂട്ടത്തിൽ തന്നെയാണ് മോളെയും കണ്ടിട്ടുള്ളത്. ഈ പാട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ തന്നെ മോൾക്ക് ആ ഒരു ഇംപ്രഷൻ വീണിട്ടുണ്ട്. സോ പ്ലേ സേഫ്. ഓൾ ദി ബെസ്റ്റ്. ഇത് ട്രെമൻഡസ് എഫേർട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 80% അത് അവതരിപ്പിക്കാൻ പറ്റൂ. ഐ മീൻ മ്യൂസിക്കലി നോക്കിയാൽ രണ്ട് സ്ഥലത്തിന് ഒഴിച്ച് സംഗതികളൊക്കെ കറക്റ്റായി വന്നു. ഒരുപാട് ധൈര്യം കാണിച്ചു ഈ പാട്ട്. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ഈ പാട്ട്. പക്ഷേ എനിക്ക് ഈ കോംപ്ലിക്കേഷനേക്കാൾ ഇപ്പോൾ ഹരിഹരൻ ഒരു ലെജൻഡറി ഒരു ക്ലാസിക്കൽ ഒരു മ്യൂസിഷ്യനാണ്, ഗസൽ പാടുന്നുണ്ട്. ഒരു സംഗതി നമ്മൾ പാടുമ്പം അത് സംഗതി മാത്രമല്ല, ഓരോ സിംഗറിൻ്റെ ഓരോ ഫീലല്ലേ. ചിത്രമ്മ എന്ന് പറഞ്ഞാൽ ചിത്രമ്മ സംഗതി ഓരോ രീതിയിൽ പാടും. ഹരിഹരൻ സാറിന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് പഠിച്ച് അത് കാണിക്കാൻ അത് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി വേണം ആ പാട്ടിൻ്റെ കൂടി.
ഇപ്പോൾ മോൾക്ക് ആ പാട്ടിൻ്റെ ഫ്രെയിം വർക്ക് 100% അറിയാം, എന്താണ് സംഗതി. പക്ഷേ സംഗതി മാത്രമല്ല, ഓരോ സംഗതിനുള്ളിൽ ഒരു സംഗതി ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വോയിസിൻ്റെ മാജിക്കിൽ ചില സംഗതികൾ ക്രിസ്പായിട്ട് വീഴും, ചില സംഗതികൾ സോഫ്റ്റായി പോകും. ഇപ്പോൾ വളരെ ഇൻ്റലിജൻറ്റ് കുട്ടികൾക്ക് പാട്ട് പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു പാട്ട് കേട്ടാൽ ഇങ്ങനെ പെട്ടെന്ന് ട്യൂണ് പിടിക്കും. പക്ഷേ ആ ലാംഗ്വേജിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ സിംഗറും അവർ പാട്ട് കേൾക്കുമ്പം അത് ഡിഫറെൻ്റായി നമുക്ക് കേൾക്കുന്നു അല്ലേ ആ വോയിസ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് പ്രൊനൗൺസിയേഷൻ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, ട്യൂണുണ്ട്. പക്ഷേ ഇപ്പോൾ സാധനാ സർഗം പാടിയ ആ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ആ തമിഴിൻ്റെ ഒരു ഒച്ചയുണ്ട്. അപ്പോൾ അത് ചിത്ര ചേച്ചി പാടിയ ആ തമിഴിൻ്റെ വേറൊരു സൗണ്ടുണ്ട്. അപ്പോൾ ആ ട്യൂണിൻ്റെ കൂടി അവരുടെ ഒരു ലാംഗ്വേജിൻ്റെ സൗണ്ടും അത് ചേർന്ന് വരുമ്പം അതെങ്ങനെയാണ് വരുന്നത്, അതാണ് ആ പാട്ടിൻ്റെ സ്റ്റൈലിസ്റ്റിക് പ്രത്യേകത. സ്റ്റൈല് നമ്മൾ പറയുന്നത് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ മൈക്രോസ്കോപ്പിക്കായി ഒന്ന് കുറച്ചുകൂടി മോൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഈ പാട്ടൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ സ്പെൻഡ് എ ലിറ്റിൽ ബിറ്റ് മോർ ടൈം. ഡോണ്ട് ബി ഇംപേഷ്യൻറ്റ് ടു ഗിവ് എവറിത്തിങ് ഔട്ട്. ബിക്കോസ് വേറൊരു ലെവലിൽ ഈ പാട്ട് നമുക്ക് പാടാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ പാടിയത് ബ്രില്യൻ്റ് ആയിരുന്നു. ആ ഒരു 2-3 സ്ഥലം ഒഴിച്ച് പാടിയത് വളരെ ബ്യൂട്ടിഫുൾ. പക്ഷെ യു ക്യാൻ ബി മാജിക്കൽ ഓൾ ദ ടൈം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ വിചാരിച്ചത് പ്ലേ ബാക്ക് ആണോ? ഞാൻ അറിഞ്ഞില്ല. ഇതെന്താ ഇത്? അദിതി, ഞാൻ ആദ്യം ആനെ കണ്ടിട്ട് പറഞ്ഞത് ഇത് അദിതി, ഈ പാട്ട് പറഞ്ഞ അദിതിന്റെ ഓർമ്മയാണ് അത് തീർച്ചയായിട്ടും. ഇതെങ്ങനെ അവിടെ നിന്ന് അറിഞ്ഞു വന്നോ അതോ? ചിവിട്ടം വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒറ്റക്കൊണ്ട്. ഓ, ഇതുവഴി പോയപ്പോ കേറിയത്. ഞാൻ ആൻ ബെൻസൺ ഈ റൗണ്ടിന് ഓ ദിൽറുബ പാടുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ സെറ്റിൽ വന്നിട്ട് കേൾക്കണം എന്നുണ്ടായിരുന്നു. അതിഥി എത്ര മാസം കഴിഞ്ഞാ ഇത് പാടിയത്? ഐ തിങ്ക് ഒരു 1 year കഴിഞ്ഞിട്ട്. രണ്ടുപേരും ഒരുമിച്ച് ഒരു പല്ലവി ഇങ്ങനെ പാടിയാലോ? അതൊന്ന് കേൾക്കാലോ പ്ലീസ്? കറക്റ്റ് സിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കറക്റ്റായിട്ടും അത് ഒരുപോലെ ഇരുന്നു. ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ജഡ്ജസ് തമ്മിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കഷനിൽ മോളുടെ പേര് ഇവിടെ ഡിസ്കഷനിൽ വന്നു. ഈ പാട്ട് കഴിഞ്ഞ വർഷം ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അത്രയും സമയം കഴിഞ്ഞെടുത്തപ്പം ആ കുട്ടി പാടിയതിൻ്റെ ഡീറ്റെയിലിംഗ് എന്തായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ശ്രീകുട്ടൻ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തരായിരുന്നു. ഇങ്ങനെയാണ് ഈ പാട്ട് ഇവിടെ പെർഫോം ചെയ്തത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തു, അത് ഞാൻ കണ്ടില്ലല്ലോ, എങ്ങനെ ആയിരിക്കും അത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴേക്ക് ആ പാട്ട് കഴിയുമ്പോഴേക്ക് ശ്രീകുട്ടൻ ചേട്ടൻ എന്താണ് പറഞ്ഞത് നേരിട്ട് കേൾക്കാൻ പറ്റും. അന്ന് പെർഫോം ചെയ്തപ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു. എൻ്റെ കയ്യിലൊരു സ്വാഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പെർഫോമൻസ് റൗണ്ടിലെടുത്തത് മാത്രമല്ല വാള് വെച്ച് കൊല്ലുക, പക്ഷെ ചിലപ്പോ അതുകൊണ്ടാണ് വളരെ റിലാക്സ് ആയിട്ട് പാട്ട് മറന്നുപോയി. പിന്നെ ഇത് ചെയ്യണല്ലേ? പക്ഷെ ഇങ്ങനത്തെ ഒരു പാട്ട് അല്ല, നിനക്ക് വിഷമമുണ്ട് അത് കണ്ടില്ലെന്ന്? എനിക്ക് കാണാൻ ആഗ്രഹം.
ഇപ്പൊ മനസ്സിലായി എന്താണ് ഇവരൊക്കെ ഉദ്ദേശിച്ചതെന്ന്. സൂപ്പർ മോളും. താങ്ക് യു. ഒന്നുകൂടെ കേട്ടപ്പോൾ എന്ത് തോന്നുന്നു അതിലേക്ക്? വീണ്ടും ഒരു വേദിയിൽ സെക്കൻഡ് സീസൺ, ഇനി തേർഡ് സീസൺ ആകുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എടുത്തിരുന്നു. അപ്പം മോക്ക് ഇന്ന് തരുന്ന മാർക്ക് 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു അങ്കിൾ. താങ്ക് യു. ഞാനും 9.5. താങ്ക് യു അങ്കിൾ. ഞങ്ങളും 9.5. താങ്ക് യു അങ്കിൾ. So 28.5 out of 30. താങ്ക് യു. That means ആൻകുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A Extreme. താങ്ക് യു. ഒരു അതിഥിയായി വന്ന അതിഥി പൂക്കുറ്റി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇതാ ഒരു ഗുഡ് ന്യൂസ്. അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങാനിരിക്കെ ഏറെ കൺഫ്യൂഷനിലായിരിക്കും കൂട്ടുകാർ. എന്നാൽ ഇനി ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പഠനങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ 90+ മൈ ട്യൂഷൻ ആപ്പ് ഒപ്പമുണ്ട്. ഈ വർഷത്തെ +1, +2 ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 7,999 രൂപ മാത്രം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ട്യൂഷൻ ആപ്പായ 90+ മൈ ട്യൂഷൻ ആപ്പിനൊപ്പം പഠനം എളുപ്പമാക്കൂ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. मैं तो
കയ്യിലുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി നിങ്ങളുടെ വീട്ടിലെത്തും. www.myg.in എന്ന വെബ്സൈറ്റിലെ വെർച്വൽ ഷോപ്പിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുൻകൂട്ടി ഷോപ്പിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൈജി ഷോപ്പിൽ നേരിട്ടെന്ന പോലെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നാട്ടിലോ വിദേശത്തോ ഉള്ള വേണ്ടപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തി ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പുതിയ മോഡലുകളുടെ അപ്ഡേറ്റ്, പ്രൈസ്, ഓഫറുകൾ എന്നിവയെല്ലാം വിവരിച്ചുകൊണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സൗകര്യവും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മൈജിയുടെ വെർച്വൽ ഷോപ്പിംഗിൽ ഒരുക്കിയിരിക്കുന്നു. ഗാഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. മൈജിയുടെ എക്സ്പ്രസ് ഹോം ഡെലിവറി അതിവേഗം നമ്മളുടെ വീട്ടിലെത്തിക്കുന്നു. ഇനി ഒട്ടും വൈകേണ്ട, വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യൂ mygi.in നിന്നും. വേറൊരു റേഞ്ച് ആണ് മൈജി. അപ്പൊ ഇന്നത്തെ പാട്ടുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർ നല്ലോണം എൻജോയ് ചെയ്ത് കാണും എന്ന് എനിക്ക് നല്ലോണം അറിയാം. നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നാളെ കാണും. ടിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ ഫ്രം വീനൂട്ടി.